17 വർഷങ്ങൾക്ക് ശേഷവും അതിനേക്കാൾ ദാരുണമായിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥകള്. അന്ന് ഇത് എതിർപക്ഷത്തുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്കും സനൂപിനും ഒക്കെ ഈ ആക്രമണം നേരിടേണ്ടി വന്നത്. ഇന്നിപ്പോ അങ്ങനെ ഒരു പ്രത്യേക പക്ഷത്ത് നിൽക്കാത്ത, അവരുടെ എതിർപക്ഷത്ത് നിൽക്കാത്ത ഒരു വിദ്യാർത്ഥിയാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഈ പ്രസ്ഥാനത്തിന്റെ ചിന്താഗതി അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അവർക്ക് യാതൊരു തരത്തിലും അഭിപ്രായ വ്യത്യാസമുള്ള ആരാണെങ്കിലും, അതിപ്പോ സ്വന്തം പാർട്ടിയിലുള്ളവരാണെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസത്തിൽ മാറി എന്നാൽ ദാരുണമായ അന്ത്യം അവർക്കുണ്ടാവും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു എംഫിൽ വിദ്യാർത്ഥിയായിരുന്നു. ഇന്നിപ്പോ ഞാനിവിടെ നിൽക്കുന്നത് ആസ് എൻ എഡ്യൂക്കേറ്റർ ആയിട്ട് കൗൺസിലിംഗ് സൈക്കോളജി എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന, സ്കൂൾ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു അധ്യാപികയും കൂടിയാണ്. അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ കുട്ടികൾ എന്താണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളതിൽ വളരെ വളരെ സങ്കടപ്പെടുന്നു. നമ്മുടെ യുവത്വം വഴിതെറ്റി പോവാണ്. ഒരുപക്ഷെ ഈ വേട്ടക്കാരായി നിൽക്കുന്നവർക്ക് അവര് കണ്ട് മനസ്സിലാക്കുന്നത് അവരവരുടെ പാർട്ടിയുടെ ഹീറോസ് ഒക്കെ ആയിട്ടാണ് അവർ കരുതുന്നത് ചിലപ്പോ. അതുകൊണ്ടായിരിക്കും അവർക്ക് കൂടുതൽ അക്രമം ചെയ്യാനുള്ള ഒരു ഉത്സാഹം കിട്ടുന്നത്. ഒരുപക്ഷെ ഒരു അക്രമം നടത്തി കഴിയുമ്പോൾ ഉന്നത പദവികൾ കിട്ടുമായിരിക്കും. വേണമെങ്കിൽ മന്ത്രിപദം വരെ എത്തിയ സന്ദർഭങ്ങളൊക്കെ മുമ്പിലുണ്ട്. അപ്പോ അതുകൊണ്ട് ഇവർക്ക് അക്രമം ചെയ്യാനുള്ള പ്രോത്സാഹനമാവാണ് പലപ്പോഴും. ഒരു അക്രമം ചെയ്തിട്ട് ജയിലിൽ പോയി വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ ആയിരിക്കും ചിലരൊക്കെ ജാമ്യം എടുത്തിട്ട് വരുന്നത്. ആ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവിടെ റെക്കോർഡഡ് ആണ്. അങ്ങനെ തിരിച്ചു വരുന്നവർക്ക് വമ്പൻ സ്വീകരണങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തു കാണുന്നത്. അപ്പോ അതെല്ലാം ഇവരെ വീണ്ടും ക്രൂരകൃത്യങ്ങൾ ചെയ്യാനായിട്ട് പാകപ്പെടുത്തുന്നു. പിന്നെ പ്രധാനമായിട്ടുള്ളത് ഇതില് അധ്യാപകര്, അനധ്യാപകര്, പ്രത്യേകിച്ച് അവിടുത്തെ സർവകലാശാലയുടെ മേലുദ്യോഗസ്ഥരെല്ലാം ഇൻവോൾവ്ഡ് ആണെന്നുള്ളതാണ് ചർച്ചകളൊക്കെയും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. അപ്പോ ഈ അധ്യാപകരായിക്കോട്ടെ അനധ്യാപകരായിക്കോട്ടെ, ഈ ഉന്നത പദവികളിലിരിക്കുന്ന, സർവകലാശാലയുടെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവർ, ഇവര് അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു വിടുന്നു. മറ്റു വിദ്യാർത്ഥികളെ ശാരീരികമായും അവശതയാക്കും, മാനസികമായും അവശതയാക്കും. ഞാൻ അതിലൊരു വിക്ടിമാണ്. എനിക്ക് അങ്ങനെ അധ്യാപകരുടെ പകപോക്കലിനും വിധേയമാവേണ്ട വന്നിട്ടുണ്ട്. കാലടി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ 2001 ഇപ്പൊ ഞാൻ 99 പ്രീഡിഗ്രിയുടെ ലാസ്റ്റ് ബാച്ച്, അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ 2001 എന്റെ +2 ഓർ പ്രീഡിഗ്രി കഴിയുന്ന സമയത്ത് ആദ്യത്തെ ആക്രമണം നേരിടുന്നത്. അപ്പോ രക്ഷാബന്ധൻ മഹോത്സവമാണ്. 2 ഇൻസിഡന്റും രക്ഷാബന്ധൻ മഹോത്സവമാണ്. അതായത് ക്യാമ്പസുകളില് സാഹോദര്യത്തിന്റെ മഹോത്സവമാണ് രക്ഷാബന്ധൻ. സാഹോദര്യത്തിന്റെ സന്ദേശം അവിടെ പാടില്ല എന്നുള്ളതാണ് എതിർപക്ഷത്ത് നിൽക്കുന്ന ഈ വിദ്യാർത്ഥി പ്രദേശം. അപ്പോ ആ സമയത്ത് അറ്റാക്ക് ചെയ്യപ്പെട്ടപ്പോ എന്റെ ഇടത് കാലിന്റെ 2 വിരലാണ് ഫ്രാക്ചർ വന്നത്. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്, പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് പെർഫോമിംഗ് ആർട്സ് ഗ്രൂപ്പിൽ ഡാൻസ് തന്നെയായിരുന്നു അവിടെ. അപ്പൊ എന്നെ സംബന്ധിച്ച് കാലിന് പരിക്ക് പറ്റിയ, ആർക്കാണെങ്കിലും പരിക്ക് പറ്റുന്ന വലിയ പരിക്ക് തന്നെയാണ്. അല്ല, ഞാൻ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ കാലിന് പരിക്ക് പറ്റിയ, അപ്പൊ അന്ന് 18-19 വയസ്സുള്ള എനിക്ക് വളരെയധികം അത് ബുദ്ധിമുട്ടും അന്നൊക്കെ അത്രയും തന്നെ താങ്ങാനുള്ള മനസ്സും ഒക്കെ ഉണ്ടായതിന്റെ ഭാഗ്യമാണെന്നേ കരുതുന്നുള്ളൂ. 2007 എത്തുമ്പോഴത്തേക്കും ഞാൻ എംഫിൽ റിസർച്ച് ചെയ്യുകയാണ്. ആ സമയത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ആ ക്യാമ്പസിൽ അന്നത്തെ രക്ഷാബന്ധനിൽ പങ്കെടുക്കുന്നത്. ഞാൻ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ബിപിയുടെ അന്നത്തെ യൂണിറ്റ് ചുമതലയിലുള്ളവർ എന്നെ വന്ന് വിളിക്കുകയായിരുന്നു, ചേച്ചി എന്തായാലും വരണം, 2 വാക്ക് സംസാരിക്കണം. അപ്പോ ഞാൻ ആദ്യം ഒന്ന് ഒഴിഞ്ഞു നിന്നതാണ്, നിങ്ങളൊക്കെ ഉണ്ടല്ലോ, പുതിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അല്ല, തീർച്ചയായും വരണം. അവർ അത്രയും റെസ്പെക്റ്റോടെ അത്രയും സ്നേഹത്തോടെയാണ് വിളിച്ചത്. ഞാൻ അവിടെ ചെന്ന് നിന്നു, അമുഖമായിട്ട് പ്രഭാഷണം നടത്തി. വളരെ അപ്രീസിയേഷൻ കിട്ടി. ഒത്തിരി കുട്ടികൾ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം 2 ഞാൻ സംസാരിച്ച് നിൽക്കുന്ന ആ സമയത്താണ് എന്റെ വലത് കണ്ണിലേക്ക് ഈ പറഞ്ഞ പോലെ അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് വാരിക്കോലാണ് അവര് ഈ കൊടികെട്ടാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തെരഞ്ഞെടുത്തിരുന്നത്. അപ്പോ വാരിക്കോൽ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്രമണത്തിന് വേണ്ടി തന്നെയാണല്ലോ. ആ വാരിക്കോല് കൊണ്ട് കണ്ണിൽ കുത്തി വലിച്ചൂരി എന്നുള്ളതാണ്. അപ്പോ 12 സ്റ്റിച്ചുകളാണ് കണ്ണിൽ വീണത്. അപ്പോ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ എല്ലാ തരത്തിലും ആ സമയത്തൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഫാമിലിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു.
എന്റെ കേസും കാര്യങ്ങളും കൊടുത്തു വെക്കാൻ ഞാൻ തന്നെയാണ്. അങ്ങനെ കാര്യങ്ങള് എന്റെ അടുത്ത സുഹൃത്തുക്കളാണ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് എനിക്ക് കൂടെ ഉണ്ടായിരുന്നതും. അതിനുശേഷം ഈ കേസ് എങ്ങോട്ട് പോകുന്നുള്ളതാണ്. ഇപ്പോ സനൂപിന്റെ കാര്യം ചോദിച്ചതുപോലെ മറ്റു കാര്യങ്ങൾ ചോദിക്കുന്ന പോലെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ എനിക്കിപ്പോ ഒരു രാഷ്ട്രീയ സംഘടനയായിട്ടും നേരിട്ട് ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ പല കോംപ്രമൈസുകൾക്കും വേണ്ടി വരും. ഞാനൊരു കോംപ്രമൈസിലേക്ക് പോയിട്ടില്ല. ഇന്നും ഞാൻ ആ കേസ് പിൻവലിച്ചിട്ടും ഇല്ല. ആ കേസിൽ ഉണ്ടായിരുന്നവരൊക്കെ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു, മറ്റൊരു പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നു. അങ്ങനെയൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല കേട്ടോ. എന്നെ കണ്ടിട്ട് ഈ കുട്ടികൾ എന്റെ അടുത്ത് വന്നിട്ടുമുണ്ട്. അതിനുശേഷം എന്നെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം എന്റെ മാനസിക തലം ഒത്തിരി മാറി. ഞാൻ വളരെ മതനിരപേക്ഷമായി എല്ലാവരെയും റെസ്പെക്ട് ചെയ്ത് എല്ലാ തരത്തിലുള്ള നല്ല ആക്ടിവിറ്റീസിന് സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ കുറെ കൂടി പ്യൂരിഫൈ ചെയ്തിട്ടുണ്ട് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നു. പക്ഷെ അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് വ്യക്തികളല്ല, ഈ പ്രസ്ഥാനത്തിന്റെ തന്നെ അടിത്തറയ്ക്കാണ് പ്രശ്നം. ഈ പ്രസ്ഥാനത്തിൽ കുറച്ച് നല്ല വ്യക്തികളൊക്കെ ഉണ്ട്. എനിക്ക് SFIയിൽ ഉണ്ടായിരുന്ന നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കൂടാറൊക്കെ ഉണ്ട് എന്റെ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ. പക്ഷേ അപ്പൊ പ്രസ്ഥാനത്തിന് കൃത്യമായിട്ടൊരു പ്രശ്നമുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നു.